നാട്ടിൽ നടക്കാറുള്ള പ്രസവത്തിന് കൊണ്ടുപോവുക എന്ന ചടങ്ങിന്റെ ഇസ്ലാമിക മാനം എന്താണ്? അതിനൊരു മാനം ഭൂമിയൊന്നും ഇല്ലല്ലോ. ഉണ്ടോ? നാട്ടിലൊരു നടപ്പല്ലേ. പിന്നെ എനിക്കറിയില്ല കേട്ടോ, അങ്ങനെ നമ്മളങ്ങനെ കണ്ടിട്ടില്ല. ഉസ്താദുമാരുണ്ടെങ്കിൽ പറഞ്ഞു തരണം അത് അല്ലേ. നാട്ടിലങ്ങനെ നടക്കുന്നുണ്ട്. അതില് ഒരു കൂട്ടർക്ക് ഭക്ഷണം കഴിക്കാം, ഒരു കൂട്ടർക്ക് ഭക്ഷണം കൊടുക്കാം. അതൊക്കെ നല്ല നീയത്തിൽ ചെയ്ത കൂലിയാണ്. പിന്നെ ചിലര് കണക്കൂട്ട് ഇങ്ങോട്ട് തരുന്നത് കണച്ചിരിച്ച് അങ്ങോട്ട് തരാട്ടോ, അത് പറ്റൂല കേട്ടോ. അതൊക്കെ വളരെ ചീപ്പ് ഏർപ്പാടുകളാണ്. അപ്പൊ മനുഷ്യന്മാർക്ക് ഭക്ഷണം കൊടുക്കലും സന്തോഷം കൊടുക്കുക നല്ലതാ. ഒരു കുഞ്ഞുണ്ടാവാൻ പോവാണ്, വല്ല ഒരു ആശീർവാദവും നല്ലൊരു ദുആയൊക്കെ വരൂലേ, അങ്ങനൊക്കെ. അതിപ്പോ അതൊരു ഹറാമാണെന്നൊന്നും പറയാൻ പറ്റൂല. ഹലാലുകൾ ഒരുപാടുണ്ടല്ലോ. അപ്പൊ ഹറാമൊന്നും വരുന്നില്ലെങ്കിൽ കുഴപ്പമില്ല. പ്രസവത്തിനോടനുബന്ധിച്ചുള്ള മറ്റു വിഷയങ്ങളൊക്കെ 40, 60, 90 ഹൈള് നിഫാസുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇതിന്റെ കണക്ക് വന്നത്. പക്ഷെ ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ട്. ഇസ്ലാമിക മാനം ഒന്നും പറയാൻ എനിക്കറിയില്ല. അങ്ങനെ ഹറാമുകളൊന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഉലമാവൊക്കെ നാട്ടിൽ നടന്നു പോരുന്ന സംഗതി ഒറ്റടിക്കട് പറ്റൂല, പാടില്ല എന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, എനിക്കറിയില്ല. അത്രേനെ അർത്ഥമുള്ളൂ കേട്ടോ. വേറൊരു വിഷയം ഇവിടെ ചോദിച്ചിട്ടുണ്ട്. കല്യാണം ഉറപ്പിച്ച് പരസ്പരം ഫോൺ വിളിക്കാൻ പറ്റുമോ എന്ന് വിശദീകരിക്കണം. കല്യാണം ഉറപ്പിച്ചവർ പരസ്പരം ഫോൺ വിളിക്കാൻ പറ്റുമോ എന്ന് വിശദീകരിക്കും. ഈ ഉറപ്പിക്കുക എന്ന് പറഞ്ഞൊരു വിഷയത്തിലാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ കല്യാണം നടത്താൻ തീരുമാനിച്ചു, പുതിയാപ്പിൾക്കും പുതിയണ്ണനൊക്കെ ഇഷ്ടപ്പെട്ടു, അപ്പൊ നമ്മൾ അങ്ങനെ എഗ്രി ചെയ്യാ, അത്രേ പറഞ്ഞിട്ടുള്ളൂ. നിക്കാഹ് കഴിഞ്ഞോ? ഇല്ല. നിക്കാഹ് കഴിയാത്ത കാലത്തോളം അവർ അന്യർ തന്നെയാണെന്നാണ്. പക്ഷെ എന്താ ചെയ്യ, ഭയങ്കര ടെംപ്റ്റിംഗ് ആണ് ഈ വിഷയം. നിശ്ചയം കഴിയുമ്പോഴേക്കും എന്താ വിളി പടച്ചോനെ. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞേക്കാം, അതിന്റെ അടിസ്ഥാനപരമായി ഞാൻ പറയട്ടെ. ഇത് പറ്റൂല കേട്ടോ. കാരണം നിക്കാഹ് ചെയ്യാതെ ഒരു അന്യ ആണിനും പെണ്ണിനും സംസാരിക്കാനോ കാണാനോ പാടില്ല. ഇത് അള്ളാന്റെ നിയമമാണ്. ഇനി പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ഇത് അള്ളാന്റെ നിയമം ഇതാണ്. നിക്കാഹ് കഴിഞ്ഞാലേ പറ്റുള്ളൂ. ഇതൊക്കെ മനസ്സിലാക്കുമ്പോ മറ്റു പെണ്ണുങ്ങളോടോ മറ്റാണുങ്ങളോടുള്ള പെരുമാറ്റങ്ങളൊക്കെ പിന്നെ എന്താ പറയാന്. വരാൻ പോകുന്ന പ്രതിഷ്ഠിത വരനോട് തന്നെ ഇങ്ങനെയാണ് ശരീഅത്തിന്റെ നിലപാടെങ്കിൽ മറ്റു ആണുങ്ങൾ, ഇപ്പൊ സോഷ്യൽ നെറ്റ്വർക്കൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് എത്രയാ ഫ്രണ്ട്സുകൾ പടച്ചോനെ. ഞാനൊരു അക്കൗണ്ട് ഉണ്ടാക്കി വെച്ചു, പക്ഷെ ഇതുവരെ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടില്ല, സമയം കിട്ടാറില്ല. പക്ഷേ ഫേസ്ബുക്ക് ഒന്നും ഇല്ലെങ്കിൽ ഒറ്റ പോക്കാണെന്ന് ആൾക്കാരെ കാഴ്ചപ്പാടില്ലേ. എന്തായാലും ഫേസ്ബുക്ക് അക്കൗണ്ട് ഒന്നും ഇല്ല, ട്വിറ്റർ ഒന്നും ഉപയോഗിക്കാറില്ല, നിങ്ങൾ ലോകത്തൊന്നും അല്ല. അപ്പോ ശ്രദ്ധിക്കണം. അങ്ങനെ ഒരു ലൈവ് ചാറ്റിങ്ങോ അല്ലെങ്കിൽ മെസ്സേജ് കൈമാറലോ ഒക്കെ ഹറാമിന്റെ പരിധിയിൽ വരും. നമ്മളങ്ങ് എല്ലാവരും കൂടി തെറ്റ് ചെയ്യുന്നുണ്ട് വിചാരിച്ചത് ഹലാലാവോ? ഇല്ല. നിക്കാഹ് കഴിഞ്ഞാലേ പുതിയാപ്പിളി പുതിയൊന്ന് സംസാരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ശ്രദ്ധിക്കണം, അങ്ങനെ ചെയ്യാൻ. ഈ നിശ്ചയിച്ചിരുന്ന സംഗതിയൊക്കെ കുറച്ച് ഡേഞ്ചർ തന്നെയാണ്. അത് വേഗം നിക്കാഹ് ചെയ്യാം ഇൻഷാ അല്ലാഹ്, അങ്ങനെ ചെയ്യാം. അപ്പൊ ഇത് വിഷയം വന്നു, എന്ത് ചെയ്യണമെന്ന്. നിക്കാഹ് ചെയ്യാ 4-5 ദിവസം കൊണ്ടാ ശരിയായത്, കഴിഞ്ഞ റമദാൻ. ഓക്കെ, നിക്കാഹ് ചെയ്തു, അവരെ വിളിക്കുന്നു, സംസാരിക്കുന്നു, ഒരു കുഴപ്പമില്ല, നമുക്കൊരു പ്രശ്നമില്ല. അത് മതി. നിശ്ചയിച്ചിട്ട് അവനെ വിളിക്കാൻ പറ്റൂല, കാരണം നിങ്ങൾക്ക് ഹലാലായിട്ടില്ല. ശ്രദ്ധിക്കട്ടോ, ശ്രദ്ധിക്കണം. പിന്നെ ഫോൺ വിളിന്റെ കാര്യം ഒന്ന് പറയേണ്ട വിഷയം തന്നെയാണ്. ഈ നെറ്റിലൂടെ, അതുപോലെ തന്നെ ഈ മറ്റ് സൈറ്റുകളിലൂടെ, ഗൂഗിൾ ടോക്കിലൂടെ അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഒരുപാട് നേരം വർത്താനം പറഞ്ഞ് മനുഷ്യന്മാർ സമയം കൊല്ലുന്നുണ്ട്. ഇത്തിസാലാത്തിന്റെ ഒരു നഷ്ടത്തെക്കുറിച്ചല്ല ഞാൻ എന്റെ കൺസേൺ, അതല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ ഒരുപാട് നേരം മനുഷ്യൻ മണിക്കൂറുകളോളം വിളിക്കാൻ. ജോലി സ്ഥലത്ത് പണിയില്ലാത്ത ആൾക്കാരാണ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത്. റൂമിൽ വന്നാൽ ഒരു കണക്ഷന് 4 ബെഡിന്ന് 4 ആളും വിളി തന്നെയാണ്. എത്ര? 2 മണിക്കൂർ, 3 മണിക്കൂർ. എന്റെ പൊന്നു സഹോദരന്മാരെ ശ്രദ്ധിക്കണം. നാട്ടിലൊക്കെ വിളിക്കുമ്പോ നാട്ടിലത്തെ സ്ഥിതി എന്താണ് നമുക്കറിയില്ല. അവര് കുടുക്കയും പാത്രമൊക്കെ എടുത്തിച്ചിട്ടാകാര ഈ ഫോൺ എടുക്കുക. എപ്പോഴാ അത് താഴെ വെക്കുക? സമയല്ലേ നമ്മൾ ഈ കൊല്ലുന്നത്. അതിന്റെ സൈക്കോളജി പറയാം. നമ്മൾ വിചാരിക്കും അങ്ങനെ കുറെ വിളിച്ചാൽ ഭയങ്കര സ്നേഹം ഉണ്ടാവും അവർക്ക്. അതുണ്ടാവില്ല. അതിനൊക്കെ ഒരു വീര്യം നിലയും വിലയൊക്കെ വേണം. നെറ്റിന്ന് വിളിയാന്ന് വന്ന ആൾക്കാർ ഫോണിട്ട് ഓടുക നാട്ടിൽ. നിങ്ങൾക്കറിയോ? ഞാൻ എടുക്കൂലെന്ന്. ആരെങ്കിലും എടുത്താൽ ബാക്ക് പോയി കസാല വെച്ചു കൊടുക്കുക, നീ ഇന്നോ. എന്നിട്ട് നമ്മൾ പിന്നെന്താ വർത്താനം. ഈ പിന്നെന്താന്ന് ചോദിക്കുമ്പോഴത്തേന് വർത്താനം നിർത്തണം. അടുത്ത പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് വിളിച്ചോളി.
ഈ പിന്നെന്താക്ക് ഭയങ്കര ബോറിലെ ഏർപ്പാടാണ്. ഈ പിന്നെന്താ അങ്ങോട്ട് എത്തിക്കരുത്. അതിന് മുമ്പ് തന്നെ പറഞ്ഞു നിർത്തുക. ഇതൊക്കെ മലക്കുകൾ എഴുതിയൊക്കെ ഈ പറയുന്നതൊക്കെ രണ്ടു കൂട്ടർക്കും എത്ര സമയമാണ് ഇതൊക്കെ നഷ്ടപ്പെടുന്നത്. അവർക്ക് എന്തെല്ലാം ഷോലുണ്ടാവും അവിടെ. എന്നാ പുതിയാപ്പിള നിങ്ങളെന്നാല് നിർത്തല്ലേ പറഞ്ഞവനവൻ തെറ്റി, പിന്നെ 2 ആഴ്ചക്ക് വിളില്ല. എന്ത് ഏർപ്പാടാണ് ഇതൊക്കെ. നമ്മൾക്ക് ഈ കുട്ടികളൊക്കെ നിർത്തണ്ടേ? അതിനൊക്കെ ഒരു നിലവിലൊക്കെ വേണ്ടേ? നാട്ടിക്ക് ഫ്രണ്ട്സിനും ആർക്ക് ഒന്നിടവിട്ട് സന്ദർശിക്കുക, സ്നേഹം വർദ്ധിക്കുന്നതാണ്. ഒന്നിടവിട്ട് ഓൾട്ടർനേറ്റീവായിട്ട് എന്നും വിളിക്കേണ്ട. ഇന്ന് വിളിച്ചു, 2 ദിവസം കഴിഞ്ഞിട്ട് ഒരു 20 മിനിറ്റ്, മണിക്കൂറൊക്കെ ധാരാളമാണ്. മനുഷ്യന്മാരെ അപ്പുറത്ത് മനസ്സിലാക്കണം. അയാളുടെ അവസ്ഥ എന്താന്ന് മനസ്സിലാക്കണം. അങ്ങനെ സമയം കൊല്ലരുത് ദയവ് ചെയ്തിട്ട്. പൈസ ചെലവ് കുറവാ ശരി തന്നെയാ, പക്ഷെ മലക്കുകൾക്ക് എഴുതി വെക്കണത് നമ്മുടെ സമയമാണ് ഈ നഷ്ടപ്പെടുത്തുന്നത്. വെറുതെ ബോറുള്ള ഒരു ഏർപ്പാട് ഇങ്ങനെ എന്ത് ചെയ്യരുത്. പിന്നെ ആൾക്കാർ ഫോൺ തന്നെ സംഗതി എടുക്കാതെ ആയി പോകും. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആൾക്കാര് അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. പിന്നെ ആദ്യമൊക്കെ ഭയങ്കര രസമായി, പിന്നെ അത് ഭയങ്കര ബോറായി തുടങ്ങും. പിന്നെ അങ്ങനെ വേണ്ടെന്നായി, പിന്നെ അത് ഒരു അറപ്പും വെറുപ്പുള്ള രീതിയിലേക്ക്. അത് അങ്ങനെ ചെയ്യരുത്. അതിന്റെയൊക്കെ നെലിമ്പനും വീരൊക്കെ സൂക്ഷിക്കണം കേട്ടോ. ഇതൊക്കെ ഇപ്പോ ഞാൻ പറയണം, അത് നമ്മള് ഖുർആൻ ഓതിട്ടൊന്നും ഇപ്പൊ എനിക്ക് അർത്ഥം പറയാൻ കഴിയില്ല. പക്ഷെ ഈ വിഷയം ഇതാണ്. ഇതൊക്കെ ഒരു സംഗതി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. നമ്മൾ ഗൾഫിലാണ് ഭയങ്കര സംഭവം. നാട്ടിൽ വിളിച്ചിട്ട് ഇങ്ങോട്ട് ഇടങ്ങാറാക്കുക. പിന്നെ സക്കാത്തിന്റെ വിഹിതം പാവപ്പെട്ട അമുസ്ലിമിന് കൊടുക്കാൻ പറ്റുമോ? അമുസ്ലിം എന്ന് പറഞ്ഞ കൂട്ടത്തിൽ സക്കാത്ത് ഇപ്പൊ സ്വതക്ക ആർക്കും കൊടുക്കാം. സ്വതക്കയുടെ ഭക്ഷണം ആർക്കും കൊടുക്കാം. സ്വതക്കയിൽ നമ്മൾ ദാനമായിട്ട് അർത്ഥം കൊടുക്കാം, ആർക്കും കൊടുക്കാം. പക്ഷെ ചില വിഷയം അമുസ്ലിമീങ്ങൾക്ക് പറ്റൂലാണ്. ഇപ്പൊ ഉദ്ഹിയ്യത്തിന്റെ ഭക്ഷണം അങ്ങനെയാണ്. ഉദ്ഹിയ്യത്ത് അറുത്ത മാംസം അമുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല. പക്ഷെ അയൽപക്കത്ത് ഒരു അമുസ്ലിം ഉണ്ട്, എങ്ങനെയാ കൊടുക്കാതിരിക്കാൻ? ട്രിക്ക് പ്രയോഗിക്കുക. വേഗം 2 കിലോ ഇറച്ചി പോയി വാങ്ങിക്കൊണ്ടിരാ പുറത്തുനിന്ന്. പെരുന്നാളിന്റെ ഇറച്ചി കിടക്കട്ടെ. കാരണം കിട്ടിയില്ലെങ്കിൽ അവർക്ക് വിഷമം ഉണ്ടാവും. അങ്ങനെ ചെയ്തു പോന്നിട്ടുണ്ട് മുമ്പ്. ഉദ്ഹിയ്യത്ത് കൊടുക്കാൻ പാടില്ല എന്നാ. പക്ഷെ നിങ്ങളുടെ അക്കീകത്തിന്റെ കൊടുത്തോളൂ, വീട്ടില് സദ്യ ഉണ്ടാക്കുന്ന ഭക്ഷണം കൊടുത്തോളൂ, ഇതിനൊന്നും കുഴപ്പമില്ല. സക്കാത്ത് അങ്ങനെയാണ്. സക്കാത്ത് ആർക്കാ കൊടുക്കേണ്ടത് എന്ന ആളുകളെ അള്ളാഹു വിവരിച്ചിട്ടുണ്ട്. ആ ആളുകൾക്ക് കൊടുക്കാൻ പറ്റും. അതിൽ അമുസ്ലിമുള്ളത് അൽ മുഅല്ലഫത്തി ഖുലൂബുഹും, ഇസ്ലാമിലേക്ക് വരാൻ വേണ്ടി മനസ്സുകൊണ്ട് താല്പര്യമായി കിടക്കുന്ന ആളുകൾ, മുസ്ലിം ആവാനൊക്കെ താല്പര്യമുണ്ട്, അങ്ങനത്തെ ആളുകളാണ്. അല്ലെങ്കിൽ ഇസ്ലാമൊക്കെ ഇങ്ങനെ റീസെന്റ്ലി റിവേർട്ട് ടു ഇസ്ലാം, വന്നിട്ടേ ഉള്ളൂ, മുസ്ലിമായി വന്നിട്ട്, അങ്ങനത്തെ ആളുകൾ കൊടുക്കാം. അല്ലാത്ത ആളുകൾക്ക് എന്ത് ചെയ്യാം? സക്കാത്ത് കൊടുക്കാൻ പറ്റൂല, സ്വതക്ക കൊടുക്കാം, കുഴപ്പമില്ല. നേർച്ചയാക്കപ്പെട്ട നോമ്പ്, നേർച്ച ചെയ്തിട്ട് നോമ്പ് നെദർ ചെയ്യാന്ന് പറയാം. ഞാൻ അങ്ങ് നോമ്പ് നോൽക്കാൻ നെദർ ചെയ്തു നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ അത് വാജിബാണ്, അത് നിർബന്ധമാണ്, ഖളാ വീട്ടണം. അത് സുന്നത്തിന്റെ കൂടെ ഖളാ വീട്ടാൻ പറ്റുമോ? എന്റെ അറിവ് പ്രകാരം പറ്റുമെന്നാണ്. വാജിബ് സുന്നത്തിന്റെ കൂടെയും ഖളാഇൽ നടക്കുമെന്നാണ് ഖാഇദ. മാറ്റങ്ങൾ എന്തെങ്കിലും ഇൻഷാ അല്ലാഹ് ഞാൻ പറയുന്നുണ്ട്, കുഴപ്പമില്ല. ഒറ്റ വിഷയം കൂടെ, ഫാസിഖിന് സാക്ഷി നിൽക്കാൻ പറ്റുമോ? പറ്റില്ല. ഫാസിഖിന് ഷഹാദത്തില്ല, ഒരു സാക്ഷി പറയാൻ ഫാസിഖിന് പറ്റില്ല. കാരണം സ്വാദിഖ, സത്യസന്ധന, അദിലാവണമെന്ന് നിർബന്ധമാണ്. നിക്കാഹ് ചെയ്യുന്നതിന് ഏതെങ്കിലും തടസ്സമുണ്ട്? ഫാസിഖിന് നിക്കാഹ് ചെയ്തിരിക്കുന്ന കുഴപ്പമൊന്നുമില്ല. ഫാസിഖിന് പെണ്ണിട്ടില്ല എന്നതിൽ ഓരോ വാപ്പാക്കങ്ങ് തോന്നുകയാണ്, ഒന്ന് കെട്ടിച്ചെടുക്കാവോ, നന്നായാലോ എന്ന് വിചാരിച്ച്. ഫാസിഖ് എന്ന് പറഞ്ഞാൽ എന്താ? നിസ്കരിക്കാതെ നടക്കുന്ന മനുഷ്യൻ, തെറ്റി നടക്കുന്ന ആള്, കള്ളുടിച്ച് നടക്കുന്ന ആള്, ദീനുമായിട്ട് ഒരു ബന്ധമില്ലാതെ നടക്കുന്ന ആൾക്കാണ് ഫാസിഖ് എന്ന് പറയാം. നിക്കാഹിന് തടസ്സമല്ല. നമ്മൾ ആ വിഷയം ആദ്യത്തെ 1-2 ആയത്തുകളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഫാസിഖിന് കല്യാണം കഴിച്ചു കൊടുക്കുന്നതിന് കുഴപ്പമില്ല. സ്ഥിരമായി പുകവലിക്കുന്ന ആളും താടി വടിക്കുന്ന ആളും ഫാസിഖ് ആവുമോ? പടച്ചോനെ, നിങ്ങൾ നീച്ച് ഓടുന്ന എനിക്ക് തോന്നുന്നത്. സ്മോക്കിംഗ് ഈസ് ഹാംഫുൾ അല്ലേ? അതിങ്ങനെ എഴുതി കാണിക്കും. അതിന്റെ പാക്കുമലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. പക്ഷെ അത് മാത്രം നമ്മൾ നോക്കൂല. പുകവലിക്കൽ ഹറാമാണ് എന്ന് പറയാൻ ഉലമാ പറയാൻ കാരണം അത് ശരീരത്തിൽ ലങ് ക്യാൻസർ ഉണ്ടാകാൻ കാരണമാണെന്ന് സെർട്ടൻ അല്ലേ, ഉറപ്പല്ലേ? ശ്വാസകോശത്തിന് ക്യാൻസർ ഉണ്ടാക്കുന്ന സാധനമാണ് ഈ സ്മോക്കിൽ ഉപയോഗിക്കുന്ന സാധനം, അതിന്റെ മറ്റു വിഷയങ്ങളൊക്കെ. ശരീരത്തിന് ഹാംഫുൾ, ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെല്ലാം ഹറാമാണ്. അങ്ങനെ വന്നാൽ ഒരു ഹറാം ഒരാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് കുറ്റകരമാണ്. അപ്പൊ തിന്മയിൽ നിലനിൽക്കുന്നവൻ, ചെറുദോഷം സ്ഥിരമായി ചെയ്യുന്ന ആള്, വൻദോഷം ചെയ്യുന്നവൻ ഫാസിഖുകളിൽ പെടുമെന്നാണ്.
അപ്പൊ ശ്രദ്ധിക്കണം. അതൊക്കെ ഒഴിവാവാനുള്ള ഈ റിഹാബിലിറ്റേഷനൊക്കെ ഒരുപാട് പരിപാടികളുണ്ടല്ലോ. എന്തെല്ലാം രീതിയിൽ പെട്ടെന്ന് ഒഴിവാക്കി കിട്ടും. മുമ്പത്തെ പോലെ ഒന്നല്ല, അതിനുള്ള പല മെഡിസിനും കൂടെ പുറത്തൊക്കെ ഉണ്ട്. പിന്നെ താടി വടിക്കുന്ന ആള് ഫാസിഖാകുമോ? അപ്പോ താടി വടിയെ സംബന്ധിച്ച് ശഫീഈ മദ്ഹബിന്റെ അഭിപ്രായം കറാഹത്തു തഹരീമിൻ, കറാഹത്താണ്, പക്ഷെ ഹറാമിന്റെ കുറ്റാണ് എന്നാണ്. കറാഹത്ത് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കിയാൽ നല്ലതാണ്, ചെയ്താൽ കുറ്റല്ല. ആ വാക്കർത്ഥം അത്. പക്ഷെ തഹരീം, അതിന് വന്ന തെളിവുകൾ പരിശോധിച്ചു നോക്കിയാൽ ഇത് കറാഹത്തല്ല, ഹറാമ് തന്നെ ആവേണ്ടതായിരുന്നു എന്ന് തോന്നിപ്പോകുന്നുണ്ട്. അപ്പൊ അത്ര ഗൗരവത്തിലുള്ളൊരു വിഷയമാണത്. പച്ചയിൽ പറഞ്ഞാൽ അത് കുറ്റകരം തന്നെയാണ്. താടി എന്ന് പറയാവുന്ന എന്തെങ്കിലും ഒരല്പം ഇവിടെ മാത്രം വെച്ചു, അല്ലെങ്കിൽ ഇവിടെ മാത്രം വെച്ചു, പക്ഷെ താടി എന്ന് പറയാവുന്ന സംഗതി, അത് ഏറ്റവും സുന്നത്ത് അൽ-ഇഅഫാ, വളരെ കൂടുതലായിട്ട് താഴേക്ക് നീട്ടി വളർത്തലാണ്. അത്രയൊന്നും കഴിയൂല. പക്ഷെ താടി എന്ന് പറയാവുന്ന സംഗതിക്കുണ്ടോ? അതെങ്കിലും വെച്ചിരിക്കാം. എന്താണ് സുഖം എന്ന് വെച്ചാൽ ഉറങ്ങുമ്പോഴും കൂലിയാ. എന്തേ? താടിണ്ട്. ബാത്റൂം പോയാൽ ദിക്റെല്ലാം പറ്റൂല, പക്ഷെ താടിണ്ട്. അതിനൊക്കെ ഓരോ സെക്കൻഡും കൂലിയല്ലേ? ബസ് സ്റ്റാൻഡിൽ വെയിറ്റ് ചെയ്യാണ്, ഒരു പണിയും ചെയ്തിട്ടില്ല, എന്നാലും കൂലിയാ. യാത്ര ചെയ്യാണ്, അങ്ങനെ കൂലി എഴുതുകയാണ്. ഇത് നമ്മുടെ ദേഹത്ത് തന്നെ ഉണ്ടായിട്ട് എന്തിനാ നമ്മൾ ഒഴിവാക്കണത്? ഇനി ഞാൻ പറയണില്ല, ഇനി അപ്പുറത്ത് ചില ചോദ്യങ്ങളൊക്കെ വരാൻ സാധ്യത ഉണ്ട് അല്ലേ? അപ്പോ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഓടിപ്പോലിട്ടോ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഇതാണ് സംഗതി. ഇൻഷാ അല്ലാഹ് നമ്മളത് വളർത്താൻ നോക്കി. ചെറുതായിട്ടെങ്കിലും നമുക്കൊരു താടി എന്ന് പറയാവുന്ന ഒരു സുന്നത്ത് എപ്പോഴും കിട്ടില്ല. നടന്നാലും ഇരുന്നാലും കിടന്നാലും ഉറങ്ങിയാലും ഒക്കെ നമ്മളിതിനെ നഷ്ടപ്പെടുത്തുന്നത്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നിങ്ങൾ മനസ്സറിഞ്ഞ ആമീൻ പറഞ്ഞോ? അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ. കുറച്ച് താടികളൊക്കെ അടുത്ത ആഴ്ച കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ്.